നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ കൊണ്ടുപോകും സാറേ. കൊണ്ടുപോയിക്കോ. പക്ഷെ ഇവിടുന്ന് നന്ദിനിയെ കൊണ്ടുപോകണമെങ്കിൽ അവളുടെ ഭർത്താവിന്റെ അനുവാദം വേണം, സൂര്യയുടെ. അവനിപ്പോ എവിടെയാന്ന് അറിയോ തനിക്ക്? താൻ പറഞ്ഞില്ലേ നോക്കിക്കൊള്ളാന്ന്. കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ട് ഈ കിടപ്പ് കിടക്കുന്നതെന്ന്. അതിന് പരിഹാരം ചെയ്യാൻ തന്നെയാണോ എന്റെ മോൻ പോയിരിക്കുന്നത്? നന്ദിനിയുടെ അമ്മയും ചെറിയമ്മയും മരിച്ചത് ഇതേ അസുഖം കൊണ്ടാണെന്നും അന്ന് താൻ നേർന്ന നേർച്ച ബാക്കിയുണ്ടെന്നും ആദിശേഷൻ തിരുമേനിയോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് നന്ദിനിക്ക് വേണ്ടി ഇനി അങ്ങനെ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അത് അവളുടെ ഭർത്താവായ സൂര്യ ചെയ്യണമെന്നാ. അതനുസരിച്ച് ദേവീക്ഷേത്രത്തിന്റെ മുന്നില് യാചകരുടെ കൂടെ പിച്ച തണ്ടാനിരിക്കുക എന്റെ മോനിപ്പോ. ഇതിൽ കൂടുതൽ എന്താണോ അവൻ ചെയ്യേണ്ടത്? രാജകീയ സുഖങ്ങൾ മാത്രം ശീലിച്ച എന്റെ മകൻ ഒരു യാചകനെ പോലെ അമ്പലമുറ്റത്ത് ചെന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കിടക്കുന്ന അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ. എന്നിട്ടും തനിക്ക് പറയാൻ തോന്നുന്നുണ്ട് എന്റെ മകൻ അവളെ നോക്കുന്നില്ലെന്ന്. അല്ല സുദേവ, അങ്ങനെ ഒരു കാര്യം അവൻ പറഞ്ഞപ്പോ പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ആദിശേഷൻ തിരുമേനി ശ്രമിച്ചു, ഇവള് ശ്രമിച്ചു. പക്ഷെ അതിന് അവൻ പറഞ്ഞ മറുപടി ഇതല്ല. ഇതിലും കടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും നന്ദിനിക്ക് വേണ്ടി അവനത് ചെയ്യുമെന്ന. ഇങ്ങനൊരു മകനെ കുറിച്ച് എനിക്ക് അഭിമാനമാണോ? അഭിമാനം. എന്റെ മോൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നേർച്ച ഫലിക്കും. നന്ദിനി ഉണർന്ന് എണീറ്റു വരും. അതുപോലെ വിശ്വസിക്കാൻ താൻ തയ്യാറാവുന്നില്ലെങ്കിൽ കൊണ്ടുപോയിക്കോ.